ഹായ് എല്ലാവർക്കും ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴക്കാലമൊക്കെ ആണല്ലേ. അപ്പോൾ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റി ഇട്ടിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ സമയത്ത് നമ്മുടെ വീടിനടുത്തുള്ള തോട്ടിലും പറമ്പിലും കണ്ടത്തിലും നേരെ വെള്ളം കയറുമല്ലേ. അപ്പോൾ വെള്ളം കയറുന്നതോടൊപ്പം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളും കയറി വരും. അപ്പോൾ ആ മീനുകളെ പിടിക്കാൻ പറ്റിയ ഫിഷ് ട്രാപ്പാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക, മാക്സിമം അവരോട് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ കാണുക, നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ മേക്കിലേക്ക് പോകാം. ഹായ്, ഇപ്പോൾ ആദ്യമത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കീഴിൽ ചുമ്മാ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോൾ ഇഷ്ടം പോലെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബോൾ എടുത്തതിന് ശേഷം അതിന് ടോപ്പ് നോക്കി ഇതേപോലെ ഒരു ആക്സിബിലോട് ഉപയോഗിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നോക്കി ഈ പീസ് നേരെ കുപ്പിക്കകത്തേക്ക് കയറ്റി വെച്ചേക്കാം. അപ്പോൾ അകത്തേക്ക് കയറ്റി വെച്ച ഈ പീസ് ഉണ്ടല്ലോ, അത് പുറത്തേക്കും അകത്തേക്കും കയറി ഇറങ്ങി പോകാതിരിക്കുന്നതിനായിട്ട് നമുക്കൊരു കമ്പി പഠിപ്പിച്ച് അവിടെ തുളയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കെട്ടാനായിട്ട് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കുപ്പിയിൽ ആകപ്പാടെ 2 ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ആദ്യത്തെ ഹോൾ ഇട്ടതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ഹോൾ വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഹോളിലും ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉപയോഗിച്ച് കെട്ടിയെടുത്തേക്കാം. ഇനി അവസാനമായിട്ട് നമ്മുടെ കുപ്പിയുടെ അടിയിൽ കുറച്ച് ഹോൾ ഇട്ടെടുത്തേക്കാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കുപ്പിക്കകത്ത് കയറിയിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിപ്പോഴും തന്നെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണല്ലോ. അതായത് ടോപ്പിൽ കൂടെ വരുന്ന വെള്ളം ഈ ഹോളിൽ കൂടെ ഇറങ്ങി പോകുന്നതായിരിക്കും. അങ്ങനെ ഈ കുപ്പിക്കകത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കയറി ഇറങ്ങി പോകുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫിഷ് ട്രാപ്പിലേക്ക് മീൻ കയറുന്നതിനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തീറ്റിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഫിഷ് ട്രാപ്പ് നേരെ ഒരു കണ്ടത്തിലേക്കാണ് വയ്ക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് അണ്ടർ വാട്ടർ ഷോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താണ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് വരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ കുപ്പിയിലേക്ക് മീൻ കയറി വരുന്നതും മീൻ കയറാനായിട്ട് കാത്തിരിക്കുന്നതായിട്ടുള്ള നിറയെ വിഷ്വൽസ് വരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കണ്ടത്തിനകത്തുള്ള കുറച്ച് മീനുകളുടെ ലൈഫ് അതൊക്കെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താണ് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അതോടൊപ്പം തന്നെ നല്ലൊരു വെർത്തായിട്ടുള്ള മൂവ്മെൻറ്റ് ആണ് കേട്ടോ ഇത്. നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്താണ് നോക്കുക. അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിഷ് ട്രാപ്പാണ്. ഏകദേശം നല്ല മഞ്ഞ വള്ളിയൊക്കെയുള്ള ഫിഷ് ട്രാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. അപ്പോൾ അതിന് ചുറ്റും വാഴക്കവരനെ പോലുള്ള ചെറിയ മീനുകൾ നടപ്പുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ നടപ്പുണ്ട്. പക്ഷേ സൂക്ഷിച്ച് നോക്കണം അല്ലേ. ഇനി നമ്മുടെ ഫിഷ് ട്രാപ്പിന് വേറെ ആംഗിളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ മീനുകൾ നമ്മുടെ കുപ്പിക്കീരി നടക്കുന്നത് കാണാൻ കഴിയും. അല്ല, നീന്തുന്ന കാണാൻ കഴിയും അല്ലേ. എനിക്കൊന്ന് മിക്കവാറും ഈ വാഴക്കവരി മീൻ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കുപ്പിക്കകത്ത് കയറാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇനിയുണ്ടല്ലോ ഈ കണ്ടത്തിനകത്ത് കുറച്ച് വിഷ്വൽസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നോക്കുവാണെങ്കിൽ ഫുൾ ചെളിയായിരിക്കും. അതുകൊണ്ട് വീഡിയോ കാണാൻ കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും കേട്ടോ. ക്ഷമിക്കുക. അപ്പോൾ നോക്കുവാണെങ്കിൽ കുറച്ച് മീനുകൾ പോകുന്നത് കാണാൻ കഴിയും. 2-3 കൊള്ളയിൽ നല്ല ഭംഗിയുണ്ട് പോകുന്നത് കാണാം അല്ലേ. ഇനിയായിട്ട് നമ്മളെ ഫിഷ് ട്രാപ്പിൽ കൊടുക്കിയ മീനുകളെല്ലാം അങ്ങ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുപ്പി നിറയെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മീൻ കാണുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കുപ്പിക്കകത്ത് ഏറ്റവും കൂടുതലും കയറിയിരിക്കുന്നത് ഈ വാഴക്കവരൻ എന്ന് പറയുന്ന മീനാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഫിഷ് ട്രാപ്പ് ഉണ്ടല്ലോ, അത് ഏകദേശം 1.5 മണിക്കൂറോളം മാത്രമേ നമ്മൾ വെള്ളത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ നേരം കൊണ്ടാണ് ഇത്രയും മീൻ കയറിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ചെറിയ ഫിഷ് ട്രാപ്പ് ഉണ്ടല്ലോ, അതൊരു വൻ സക്സസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം നല്ല രീതിക്ക് നീന്തി തുടിച്ച് നമ്മുടെ അക്വേറിയത്തിൽ ഇരിപ്പുണ്ടല്ലേ. പക്ഷേ അവർക്ക് ഈ കണ്ടത്തിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊരിക്കലും അക്വേറിയത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച മീനുകളെല്ലാം തന്നെ തിരിച്ച് വിടാൻ പോകുന്നുണ്ട് കണ്ടത്തിലേക്ക്. അപ്പോൾ നമ്മൾ പിടിച്ച മീനുകൾക്കെല്ലാം ഒരു പുതിയ ജീവൻ ലഭിച്ചതുപോലെ തന്നെ അവർ ഈ കണ്ടത്തിൽ കൂടെ നടപ്പുണ്ടല്ലേ. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം അല്ലേ. അപ്പോൾ ഇത് ഫിഷ് ട്രാപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, തീർച്ചയായും ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ എനേബിൾ ആക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.